നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു സുപ്രധാന ദിനം കൂടി കടന്നു പോവുകയാണ്. കേരളത്തിലെ ഓരോ ജനങ്ങളും ആഗ്രഹിച്ച 11 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ AICC 16ാം നിയമസഭയിലേക്കുള്ള 13ാമത്തെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ. മുന്നിൽ നിന്ന് പട നയിച്ച് ടീം UDFന് വേണ്ടി പൊരുതാനിറങ്ങി ഒറ്റയ്ക്ക് അദ്ദേഹം നേടിയെടുത്ത ഈ ഒരു സ്ഥാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആരാണ് VD സതീശൻ? എറണാകുളത്തെ മരട് എന്ന ഗ്രാമപഞ്ചായത്തിൽ നെട്ടൂർ എന്ന ചെറിയൊരു ഗ്രാമം, വെള്ളത്താൽ ചുറ്റപ്പെട്ട റോഡുകളില്ലാത്ത ആ ചെറിയ ഗ്രാമത്തിൽ 1964 മെയ് 31 6 മക്കളിൽ 4ാമനായി VD സതീശൻ എന്ന VDS ജന്മമെടുത്തു. നെട്ടൂരെ ചെറിയ ഗ്രാമത്തിലെ ചെറിയ സ്കൂളിൽ 1ാം ക്ലാസ് പഠിച്ച് 6ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പനങ്ങാട് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം പോയി. വായനയിൽ വല്ലാണ്ട് താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നും പത്രവായനയിലും പുസ്തക വായനയിലേക്കും ആ ഒരു കാലഘട്ടത്തിൽ VD സതീശൻ കടന്നുപോയി. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ മുളച്ച ആ ഒരു കാലഘട്ടമായിരിക്കാം. അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കേരള കൗമുദിയിൽ വരുന്ന രാഷ്ട്രീയ ലേഖനങ്ങൾ, നിയമസഭാ ഡിബേറ്റുകൾ, അത് അദ്ദേഹം ഓരോ ദിവസവും മുടങ്ങാതെ വായിച്ചു. അങ്ങനെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആ രാഷ്ട്രീയ ചിന്ത, അല്ലെങ്കിൽ ഒരു നാടിനെ എങ്ങനെ സേവിക്കണം, അല്ലെങ്കിൽ നാടിൻ്റെ ഒരു നന്മയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ചെറിയ വിത്ത് പാകിയിട്ടു. ചെറുപ്പത്തിൽ തന്നെ വായന അദ്ദേഹത്തിന് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്തിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ചെറുപ്പത്തിലെ കഥകളാണ്. ഒരുപക്ഷെ സതീശനോളം ഈ മതപുസ്തകങ്ങളെ അടുത്തെറിഞ്ഞ, അതിനെ ഗഹനമായി ആഴത്തിൽ അദ്ദേഹം പഠിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുമോ എനിക്കറിയില്ല. അങ്ങനെ ഉള്ള ആ കാലത്ത് അദ്ദേഹം കലാപ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ചും ഡിബേറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്, ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് ഈ പകൽ കടന്നു പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ആ കസേരയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതിൽ അന്ന് ചെറിയ കാലത്ത് അദ്ദേഹം വായിച്ച പുസ്തകങ്ങളും അദ്ദേഹം നടത്തിയ ഡിബേറ്റുകളുമായിരിക്കാം. അങ്ങനെ പനങ്ങാട് സ്കൂൾ ജീവിതത്തിന് ശേഷം അദ്ദേഹം എറണാകുളം നഗരത്തിലേക്ക് പറിച്ചു നടന്നു. അദ്ദേഹം പഠിച്ച സേക്രഡ് ഹാർട്ട് തേവര കോളേജിൽ. അങ്ങനെ 5 വർഷത്തെ വിദ്യാഭ്യാസം. ആ കാലഘട്ടത്തിൽ KSUവിനൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. എങ്കിലും രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു വലിയ കാര്യമായിട്ട് അന്ന് തോന്നിയില്ല. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ മുളച്ച ഒരു മോഹമുണ്ടായിരുന്നു, ഒരു വക്കീലാകണം. അങ്ങനെ വക്കീലാകണം എന്നുള്ള മോഹം, ഒരുപക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് എഞ്ചിനീയർ, ഡോക്ടർമാരാകണം എന്നുദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് VD സതീശൻ എന്ന VDS അദ്ദേഹത്തിന് വക്കീലായി പ്രാക്ടീസ് ചെയ്യണമെന്ന് മോഹിച്ചു. പക്ഷേ SH കോളേജിൻ്റെ പഠനകാലം ഒരുപക്ഷെ ഇന്ന് കാണുന്ന മുഖ്യമന്ത്രി VD സതീശനെ ഉരുവാക്കിയതിൽ, അദ്ദേഹത്തെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. KSU എന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. ഒരുപക്ഷെ ആ ഒരു പഠനകാലത്ത് അദ്ദേഹം നേടിയെടുത്ത ചെറിയ അറിവുകൾ, ഒരുപക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധമായി തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സാധാരണ മലയാളം സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഒരു വലിയ കോളേജിലേക്ക് അദ്ദേഹത്തെ പറിച്ചു നടുമ്പോൾ ഇംഗ്ലീഷ് എന്ന ആ ഒരു മാധ്യമം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ഒട്ടുമേ അറിയില്ലായിരുന്നു. പക്ഷേ അവിടെയാണ് അദ്ദേഹം എന്നും ജനങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ യുവാക്കളോട്, പുതിയ തലമുറയോട് അദ്ദേഹം പറയുന്നത് വായന, പുസ്തക വായനയിലൂടെ പിന്നീട് അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ അറിവ്. അങ്ങനെ SHലെ കാലം കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ഡിഗ്രി പാസ്സായി. അദ്ദേഹം MSWന് രാജഗിരി സയൻസ് കോളേജിലേക്ക് ചേരുന്നു. അവിടുന്ന് അദ്ദേഹം ഉന്നത വിജയം കരസ്ഥമാക്കുന്നു. ഈ കാലയളവിലാണ് അദ്ദേഹം 86-87 കാലഘട്ടത്തിൽ അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി KSUവിൻ്റെ ബാനറിൽ മത്സരിച്ച് വിജയിച്ചു. ഒരുപക്ഷെ താൻ അഡ്വക്കേറ്റ് ആകും, അല്ലെങ്കിൽ വക്കീലാകും എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ജീവിതത്തിലേക്ക് സംഭവിക്കുകയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പഠിച്ച് നടപ്പെട്ടു. ലോ കോളേജിലും ലോ അക്കാഡമിയിലുമായി LLBയും LLMും
അദ്ദേഹം കരസ്ഥമാക്കുകയും പിന്നീട് ഒരു നാഷണൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSUവിൻ്റെ NICUവിൽ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് ഡൽഹിയിലേക്ക് മാറുകയും അദ്ദേഹം ചെയ്തു. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയമായിരുന്നു. അദ്ദേഹം ആർജിച്ച ഒരുപക്ഷെ വക്കീലിൻ്റെ ഒരു കുപ്പായവും അതിൽ നിന്ന് കിട്ടിയ അസാമാന്യമായ അറിവും അദ്ദേഹത്തെ ഡൽഹി രാഷ്ട്രീയത്തിൽ നാഷണൽ രാഷ്ട്രീയത്തിൽ വല്ലാണ്ട് അദ്ദേഹത്തെ ശോഭിക്കാൻ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഒരു ഘട്ടത്തിൽ അത് മതിയാക്കുകയും 8 വർഷക്കാലം കേരള ഹൈക്കോടതിയിൽ വക്കീലായി തുടരുകയും ചെയ്തു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു താനും. അതിനുശേഷം 1996 VD സതീശൻ എന്ന VDSൻ്റെ ജീവിതത്തിൽ മറ്റൊരേട് മാറുകയാണ്. ഒരുപക്ഷെ ഇന്ന് കേരളം എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച ആ മുഖ്യമന്ത്രി തുടങ്ങുന്നത് 96 കാലഘട്ടത്തിലാണ്. ചരിത്രം വഴിമാറുന്ന 96ൻ്റെ ആ ദിവസം അന്ന് ആരാധനായ നമ്മുടെ കൂടെ ഇല്ലാത്ത G. കാർത്തികേയനാണ് അദ്ദേഹത്തെ KK ആൻ്റണിക്ക് 96 ഇലക്ഷന് പറവൂർ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിന് കാരണം G. കാർത്തികേയൻ ജിക്ക് സതീശൻ്റെ രാഷ്ട്രീയത്തിലെ അറിവും അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും വല്ലാണ്ട് ആകർഷിച്ചു. അദ്ദേഹം AK ആൻ്റണിയോട് പറയുന്നു. അങ്ങനെ 96 പറവൂർ, എറണാകുളത്തെ പറവൂർ നിയോജക മണ്ഡലത്തിൽ, അതും കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും CPIയുടെ ഏറ്റവും വലിയ കുത്തക മണ്ഡലമായ പറവൂരേക്ക് അദ്ദേഹത്തെ മത്സരിക്കാൻ അയക്കുകയും ചെയ്തു. 96 ആ ഇലക്ഷനിൽ 14 ദിവസം മാത്രം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ VD സതീശൻ ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെട്ടു. അതും ചെറിയ മാർജിനിൽ. നമ്മൾ പ്രിസൈസ്ലി പറഞ്ഞാൽ 1140 വോട്ടുകൾക്കാണ് അന്ന് CPIയുടെ P. രാജയോട് അദ്ദേഹം പരാജയപ്പെടുന്നത്. അത് ഒരു നിമിത്തമായിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ പരാജയം അദ്ദേഹം ഏറ്റുവാങ്ങി. ഒരുപക്ഷെ കോളേജ് കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉടനീളം അദ്ദേഹം പങ്കെടുത്തിരുന്ന എല്ലാ ഡിബേറ്റ് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനീയനായി, വിദ്യാഭ്യാസത്തിലും എല്ലാത്തിലും ഒന്നാമനായിരുന്ന VD സതീശന് ഒരുപക്ഷെ തിരിഞ്ഞു നോക്കാൻ ഒരവസരം അങ്ങനെ രാഷ്ട്രീയത്തിലൂടെ കൈവന്നു. എല്ലാവരും ഉറപ്പിച്ച ഒരു തോൽവിയായിരുന്നു. പക്ഷേ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുത്തക മണ്ഡലം, CPIയുടെ കുത്തക മണ്ഡലമായ പറവൂരിൽ ചെറിയ മാർജിനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ വീണ്ടും രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. പറവൂരിൽ തന്നെ നിന്ന് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നിറങ്ങുകയായിരുന്നു. 2001 ഇലക്ഷന് വീണ്ടും അദ്ദേഹത്തെ പറവൂർ നിയോജക മണ്ഡലത്തിലേക്ക് AK ആൻ്റണി സജസ്റ്റ് ചെയ്തു. പക്ഷേ അന്ന് മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകരും പ്രത്യേകിച്ചും AK ആൻ്റണിയും അദ്ദേഹത്തെ വാൺ ചെയ്തു. ഒരിക്കലും വിജയിക്കാത്ത ഒരു മണ്ഡലം, പ്രത്യേകിച്ച് അതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ ഇലക്ഷനിൽ KV തോമസ് എന്ന എറണാകുളത്തെ സ്ഥാനാർത്ഥിക്ക് 7000 വോട്ടിൻ്റെ കുറവായിരുന്നു പറവൂർ മണ്ഡലത്തിൽ. അതിന് കാരണം അതൊരു കമ്മ്യൂണിസ്റ്റ് കുത്തക മണ്ഡലമായിരുന്നു. ഒരുപക്ഷെ സതീശനെ ത്രസിപ്പിച്ചതും മറ്റുള്ളവർ പിന്മാറാൻ പറഞ്ഞപ്പോഴും ആ പോരാട്ട വീര്യം, ഇന്ന് നമ്മൾ കാണുന്ന ഒറ്റയ്ക്ക് നേടുന്ന ഈ പോരാട്ട വീര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും എനിക്ക് ഈ മണ്ഡലം മതി എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും ചെയ്തു. അങ്ങനെ AK ആൻ്റണി ഒരിക്കൽ കൂടി VD സതീശനെ 2001 പറവൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. അത്ഭുതം എന്ന് പറയേണ്ട ഇന്ന് നമ്മൾ കാണുന്ന VD സതീശൻ എന്ന ഈ രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് 2001 പറവൂരിൽ നിന്നും അദ്ദേഹം നടന്നു കയറുകയായിരുന്നു. 5 നിയമസഭാ ഇലക്ഷനുകൾ 2001 മുതൽ ഇപ്പോൾ ഇത് 6ാമത്തെ 2026 ഒരു വലിയ മുന്നണിയെ നയിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഒറ്റയ്ക്ക്, മറ്റുള്ളവരുടെ ഒന്നും സഹായമില്ലാതെ, ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങളില്ലാതെ, മതനേതാക്കളുടെ സഹായമില്ലാതെ, അങ്ങനെ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയമായിരുന്നു 2001. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മത്സരിച്ച് തുടർച്ചയായിട്ട് ജയിക്കുന്നു. 2011 അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് ഒരു ക്ഷണം കിട്ടും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായി VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് നടന്നു കയറിയത്? 2006 അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ഒരു വലിയ കാര്യം ഉണ്ടാകുന്നു.
അന്ന് 33 സബ്മിഷനുകൾ അദ്ദേഹം ഒറ്റയ്ക്ക് അവതരിപ്പിച്ച് ഇന്നും തിരുത്താൻ പറ്റാത്ത റെക്കോർഡായി അത് തുടരുകയും ചെയ്യുന്നു. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനോട് അദ്ദേഹം ഒരു ചലഞ്ച് വെക്കുന്നു, ഒരു ഡിബേറ്റ്. ഒരിക്കലും പക്ഷെ തോമസ് ഐസക് അദ്ദേഹത്തെ ഒരു ജൂനിയറായ രാഷ്ട്രീയ നേതാവെന്ന് കരുതി വളരെ ലൈറ്റായിട്ട് എടുക്കുകയും അന്ന് തോമസ് ഐസക്ക് കേരള ജനതയുടെ മുമ്പിൽ വല്ലാണ്ട് വേർക്കുന്ന ഒരു ചിത്രമായിരുന്നു വി ഡി സതീശന് മുമ്പിൽ. വി ഡി സതീശൻ സാന്റിയാഗോ മാർട്ടിൻ എന്ന ഒരു ലോട്ടറി രാജാവിൻ്റെ പല കഥകളും പറഞ്ഞ് ലോട്ടറി കേരളത്തിലെ വ്യവസായത്തിൻ്റെ അഴിമതി കഥകൾ എണ്ണി പറഞ്ഞ് തോമസ് ഐസക്കിനെ വെള്ളം കുടിപ്പിച്ചു. അന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, ഇതാണ് നേതാവ്, ഇങ്ങനെയാകണം നേതാവ്. അങ്ങനെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക്, രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് വി ഡി സതീശൻ നടന്നു കയറി. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉറപ്പായും ഒരു മന്ത്രിസ്ഥാനം തന്നെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഉറച്ച് ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന PJ കുര്യൻ്റെ വസതിയിൽ ഡൽഹിയിൽ ഉമ്മൻചാണ്ടി മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ കണ്ട പിണങ്ങിപ്പോയ രമേശ് ചെന്നിത്തലയുടെ ഫോൺ കോൾ അവിടെ എത്തുന്നു. ആരും പറയാത്ത ഒരു കഥയാണ്. ഫോൺ കോൾ അവിടെ എത്തുന്നു. അതിനുശേഷം ശ്രീ വി ഡി സതീശൻ്റെ പേര് AI ഗ്രൂപ്പുകൾ ഒന്നിക്കുന്നു, ഒരു കാരണം കിട്ടാൻ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിമാറ്റുന്നു. അതിനൊരു ആരും അറിയാത്തൊരു കഥ കൂടി ബാക്കിയുണ്ട്. അന്ന് ജി കാർത്തികേയനെ സ്പീക്കറാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ജി കാർത്തികേയനെ അതാക്കാൻ വേണ്ടി വി ഡി സതീശനെ ഏൽപ്പിക്കുകയും വി ഡി സതീശൻ്റെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പക്ഷേ സതീശൻ ആ ഒരു ദൗത്യം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പാടെ വെട്ടിമാറ്റി. നുറുങ്ങിയ ഹൃദയവുമായി വേദനിക്കുന്ന മനസ്സുമായി സതീശൻ നടന്ന് നിയമസഭയിൽ നിന്നിറങ്ങി. പക്ഷേ ആരോടും പരാതി പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളോട് താനായിരുന്നു നേതാവെന്ന് അറിയാൻ മാത്രം വലിയ വാക്കുകളായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ശക്തമായ വാക്കുകളായിരുന്നു, ഞാൻ ഒരു മതത്തിൻ്റെയും ഒരു ജാതിയുടെയും സ്പോൺസർഷിപ്പ് ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയമില്ല. അങ്ങനെ ഒറ്റയാനായി സതീശൻ തൻ്റെ പ്രയാണം തുടർന്നു. 2016 അദ്ദേഹം വീണ്ടും മത്സരിച്ച് വിജയിച്ചു. UDF വളരെ വലിയ പരാജയം നേരിട്ടു. അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കീഴിൽ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമായി മാറി. ഒരു നിയോഗം പോലെ, ഒരു വിധി പോലെ അദ്ദേഹത്തിന് 2021 AICC അദ്ദേഹത്തെ തീരുമാനിക്കുന്നു പുതിയ പ്രതിപക്ഷ നേതാവ്. ഒരുപക്ഷെ അതൊരു നിയോഗമായിരിക്കാം. കാരണം രമേശ് ചെന്നിത്തല 5 വർഷം നിൽക്കുമ്പോഴും അതിനും അപ്പുറത്തേക്ക് ഒരുപാട് വലിയ നേതാക്കന്മാരുണ്ടെങ്കിലും AICCക്ക് തോന്നി ഇതായിരിക്കണം ഒരു പ്രതിപക്ഷ നേതാവ്. മറ്റൊരു കാരണം കൂടിയുണ്ട്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ, കോൺഗ്രസിലെ നേതാക്കന്മാരെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞു. ആരും ഏറ്റെടുക്കാനില്ലാത്ത ആ ഒരു നിയോഗം, ആ ഒരു ചലഞ്ച് വി ഡി സതീശൻ എന്ന ചങ്കുറപ്പുള്ള വ്യക്തിത്വമുള്ള അദ്ദേഹം ഏറ്റെടുക്കുന്നു. ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ ഒരു വളർച്ച, തന്നെ ഏൽപ്പിച്ച പ്രതിപക്ഷ സ്ഥാനം അദ്ദേഹം എങ്ങനെയാണ് 5 വർഷം വിനിയോഗിച്ചതെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിയമസഭാ സമ്മേളനത്തിലും അല്ലാതെയും നമ്മൾ കണ്ടു. ശക്തമായ വാക്കുകൾ, ഉറച്ച തീരുമാനങ്ങൾ, ഒരു രാഷ്ട്രീയ പക്ഷാഭേദപരമില്ലാത്ത നിലപാടുകൾ, ജാതീയ രാഷ്ട്രീയ ആരെയും അടുപ്പിക്കാത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നിലപാടുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ പോലും അദ്ദേഹം പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയും ആ പ്രത്യയശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു. അദ്ദേഹം ഉറച്ച തീരുമാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു. അതിന് ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ അദ്ദേഹം നേരിട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിഷൻസ് കേരള ജനതയെ ഒന്നാകെ ഏറ്റെടുത്തതിൻ്റെ ഫലമാണ് 102 സീറ്റുകൾ. അദ്ദേഹം പറഞ്ഞത് 100 സീറ്റുകൾ അദ്ദേഹം നേടിയെടുക്കും, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകും. ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഇത്ര ശക്തമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹം പറഞ്ഞു 12 മന്ത്രിമാർ തോൽക്കും, പക്ഷെ 13 പേര് അദ്ദേഹം തോൽപ്പിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനത വി ഡി സതീശൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചു. ടീം UDF എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇതുപോലൊരു നേതാവിനെ കാത്തിരുന്ന കേരളം
എല്ലാവരും അത് കണ്ടിരുന്നു. പക്ഷേ അവസാനം AICCക്ക് സമ്മതിക്കേണ്ടി വന്നു. അത് VD സതീശനാണ് ഇനിയുള്ള 5 വർഷം കോൺഗ്രസ് രാഷ്ട്രീയത്തെ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ, കേരളത്തിൻ്റെ ഭാവിയെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമെന്ന് എല്ലാവരും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ വെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട്. ഒരു വലിയ നേതാവായി കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം നയിക്കട്ടെ. ഒരു വലിയ നിയോഗം പോലെ വിധിയാണ് നമ്മൾ കാത്തിരുന്ന ഒരു വിധി. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിഷൻ, അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി തന്നെ വരും. എന്തൊരു കാവ്യനീതിയാണിത്. കഴിഞ്ഞ 5 വർഷം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചത് ഇന്നും കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നു. ഒരുപക്ഷെ സഖാവ് പിണറായി വിജയന് തിരിച്ചു ചോദിക്കാൻ അദ്ദേഹം അവസരം കൊടുക്കുമോ, അതോ അദ്ദേഹം കൊടുക്കാതിരിക്കുമോ? കാത്തിരുന്ന് കാണാം. എന്തായാലും വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന നെട്ടൂരിൽ നിന്നുള്ള ആ ചെറിയ വിദ്യാർത്ഥി ഇന്ന് നടന്നു കയറിയത് സ്വപ്നങ്ങളിലേക്കാണ്, കേരള രാഷ്ട്രീയത്തിൻ്റെ നെറുകയിലേക്കാണ്. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിക്കാൻ ഒരുപക്ഷെ VD സതീശന് കഴിയും. പ്രിയപ്പെട്ട CMA, എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും. ഒരുപക്ഷെ അങ്ങയുടെ മുന്നിൽ വെക്കാൻ ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങയിലർപ്പിച്ച ആ വലിയ വിശ്വാസം, അങ്ങയുടെ ഉറച്ച തീരുമാനങ്ങൾ, വലിയ കാഴ്ചപ്പാടുകൾ കേരള ജനത അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പുണ്ട്, ഒരുപക്ഷെ മറ്റൊരു ആളായിരുന്നെങ്കിൽ എങ്ങനെയാകുമെന്ന് സംശയിച്ച ജനങ്ങൾക്ക് മുമ്പിൽ AICC അങ്ങയെ തന്നെ നീട്ടി. അതിന് ഒരുപാട് നന്ദി. കടന്നു വന്ന വഴികൾ, അങ്ങയുടെ വായനയിലൂടെ നേടിയ അറിവുകൾ, ഇത്ര വർഷത്തെ അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ, രാഷ്ട്രീയ അനുഭവങ്ങൾ, ഒരു ജാതിയിലോ മതത്തിലോ ഒരു മതനേതാക്കന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാതെ, ഒരു കക്ഷി അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചതിക്കുഴികളിൽ പെടാതെ, അതിൻ്റെ വടംവലികളില്ലാതെ, രാഷ്ട്രീയ ഗുരുക്കന്മാരില്ലാതെ അങ്ങ് നേടിയ ഈ വിജയം, അങ്ങ് നേടിയ ഈ ഒരു സ്ഥാനം അങ്ങ് ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആളാണ്. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയും അർഹിക്കുന്നു. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. ശ്രീ VD സതീശന് എല്ലാവിധ ആശംസകളും. കരുത്തോടെ മുന്നോട്ട് പോകുക. പന്തിയിൽ തന്നെ, ചിലപ്പോൾ പാളയത്തിൽ തന്നെ, അല്ലെങ്കിൽ പടയുണ്ടാകാം, അല്ലെങ്കിൽ പുറത്തുനിന്നും ശത്രുക്കൾ ഉണ്ടാകാം. ഭയപ്പെടാതെ ധീരനായി, ധൈര്യമായി കേരളത്തെ മുന്നോട്ട് നയിക്കൂ. Then and there. Thank you.